ഹലോ, അസ്സലാമലൈക്കും. അബിൻഡക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പായസമാണ് കേട്ടോ. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ഗോതമ്പപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എന്താണ് സേമിയ പായസം പോലെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒന്ന് കുഴച്ചെടുക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ ചപ്പാത്തിക്ക് കുഴക്കണ മാതിരി ഒന്ന് കുഴച്ചെടുക്കണം ആദ്യം. അപ്പോൾ ഒരു നുള്ളി ഉപ്പ് ഇതിലിടട്ടെ. ചുടുവെള്ളം കൊണ്ട് കുഴച്ചെടുക്കുക കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി. അപ്പോൾ ഇതിന് മുമ്പ് ഞാനൊരു നൂൽപുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അതാ തിളച്ച വെള്ളം, കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് എന്താണ് ചപ്പാത്തിക്ക് കുഴക്കണ മാതിരി ഒന്ന് കുഴച്ചെടുക്കുക. നമുക്കൊന്ന് കുഴച്ച് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ ഇതിൽ കുറച്ച് വേറെ ഒരു ഇതും കൂടി എടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ചൊവ്വരി എന്നൊക്കെ പറയില്ല. അതായത് നമ്മളിവിടെ സാബൂനരി എന്നാണ് പറയുക കേട്ടോ. പല പേരുണ്ട് ഇതിന്. അപ്പോൾ ഈ വലിയ സ്പൂണാണ്. ഇതിന് 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഞാൻ കഴുകി വെച്ചതാണ്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം നമുക്ക്. ഇത് രണ്ടും വെച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാനിതൊന്ന് വേവിക്കട്ടെ. അപ്പോൾ അത് കുഴച്ചെടുത്ത് ലേശം എണ്ണയൊക്കെ തേച്ചിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കണ അതേ രീതിയിൽ ഇതുണ്ടോ, ഇതുപോലെ കുഴച്ചെടുക്കുക. വേറെ ഒരു മാറ്റവും അതുപോലെ തന്നെ കുഴച്ചാൽ മതി. അതിപ്പോൾ ഇങ്ങനെ നീളത്തിലാട്ടോ ആക്കണ്ടി. എന്നിട്ട് നമുക്ക് ആവിക്കൊന്ന് വെച്ച് വേവിച്ചെടുത്തിട്ട് വേണം. അപ്പോൾ അത് അതിൻ്റെ മുകൾക്ക് തന്നെ അങ്ങനെ ആക്കിയാൽ മതി കേട്ടോ. എന്നാലും നമുക്കിത് ഒട്ടി പിടിക്കൊന്നുമില്ല. ഇതിപ്പോൾ 2 ലെയറാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതാ ഇത് ഒട്ടി പിടിക്കൂല. നമ്മൾ വിചാരിക്കും ഇത് ഒട്ടി പിടിക്കുന്നില്ല, ഒരിക്കലുമില്ല. നമ്മൾ അരി കൊണ്ടാണ് വെച്ചെങ്കിൽ ഒട്ടി പിടിക്കും. ഇത് ഒട്ടി പിടിക്കില്ല. എന്നിട്ട് ഇനി നമ്മളൊരു ഇഡ്ഡലി ചെമ്പിൽ വെച്ചൊന്ന് ആവി കയറ്റി വേവിച്ചിട്ട് ചെറുതാക്കി ഒന്ന് മുറിച്ചെടുക്കണം നമുക്ക്. ഇതാ നമ്മളിങ്ങനെ കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് വേവിച്ചിട്ട് ഈ ഒരു വലിയ പാത്രത്തിലിട്ടാണ് ഞാൻ വേവിക്കണത്, ആവിയേറ്റണത്. നിങ്ങൾക്ക് ഇഡ്ഡലി ചെമ്പിൽ ആക്കാം. ഞാനിപ്പോൾ ഒറ്റ ട്രിപ്പിന് വേവിച്ചാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഡ്ഡലി പാത്രം ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ചുണ്ടാക്കിയാൽ മതി. 2 or 3 ട്രിപ്പ് വെക്കേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. കണ്ടോ, പാത്രത്തിൽ ഇങ്ങനെ ഒരു അടപ്പും വെച്ച് ഞാൻ ആവി കയറിയൊന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ അതാ ഞാൻ അതിക്ക് വേണ്ടിയിട്ട് 2 കനത്ത ശർക്കര കഷ്ണാട്ടോ എടുത്തിട്ടുള്ളത്. 2 അച്ച് ശർക്കര. അപ്പം നമുക്ക് പോരെങ്കിൽ അല്ലെങ്കിലും കുറച്ച് പഞ്ചസാര അതിൽ ചേർക്കണം. എന്നാലേ പായസത്തിന് ടേസ്റ്റ് വരുള്ളൂ. ശർക്കര ഇട്ടാലും നമ്മൾ ഏത് പായസമാണെങ്കിലും കുറച്ച് പഞ്ചസാര അതിൽ 1 സ്പൂണെങ്കിലും ഇടണം. അപ്പോൾ അതൊന്ന് ഉരുക്കിയെടുക്കണ്ടേ.
ഒന്ന് ഉരുക്കിയെടുക്കട്ടെ. അപ്പോൾ അത് നമ്മൾ വേവിച്ചൊക്കെ കൊണ്ടുവന്നാണ് കേട്ടോ. ഇതുണ്ടോ ഇത് നിൽക്കണ, ഇത് ഒട്ടി പിടിക്കുകയൊന്നുമില്ല. ഇത് ഇനി നമുക്ക് മുറിച്ചെടുത്താൽ മതി. കണ്ടില്ലേ, ഇതിങ്ങനെ കിട്ടും നമുക്ക്. ഇനി ചെറുതാക്കി നമുക്ക് എത്ര വലുപ്പം വേണം അതിനനുസരിച്ച് നമുക്ക് മുറിച്ചെടുത്താൽ മതി കേട്ടോ. ഇത് കണ്ടോ നമുക്ക് ഇങ്ങനെ കേട്ടോ കിട്ടിയിട്ടുള്ളത്. കണ്ടോ, ചെറുതാക്കി മുറിച്ചെടുത്താണേ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ശർക്കര വെള്ളമാണേ ആദ്യം ഒഴിക്കണേ. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് രണ്ടാം പാൽ ഒഴിക്കാം. തേങ്ങൻ്റെ, ഞാൻ തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കണത്. നമുക്ക് രണ്ടാം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ അതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി വെച്ച ഇതിട്ട് കൊടുക്കാം. അപ്പോൾ അതും തിളച്ച് നമുക്ക് ഇങ്ങനെ കുറേശ്ശെ ഉള്ളിയിടാം കേട്ടോ. ഇത് കുറച്ചൊന്നായിട്ട് നമുക്ക് ഈ ചവ്വരി പിന്നെ വേവിച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. തോനെയൊന്നും വേവാണ്ടാവില്ല, നമ്മൾ വേവിച്ചെടുത്തതാണ്. എന്നാലും ഇതിലൊന്ന് യോജിച്ച് കിട്ടണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുക്കുക. ഇതണ്ട, അത് ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല കേട്ടോ. വണ്ടിയിലേ ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല. തിളച്ചിട്ട് വേണ്ടേ. അപ്പോൾ അതാ ഞാൻ വേവിച്ച് വെച്ച ചവ്വരി കൊയ്ക്കണം കേട്ടോ. അപ്പോൾ അത് ഇച്ചിരി ഉപ്പ് കേട്ടോ, ഒരു പിഞ്ച് ഉപ്പ്. കാരണം ശർക്കരയിൽ ഉപ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി. 2 സ്പൂണ് പഞ്ചസാര. ഇനി തേങ്ങാപ്പാൽ ഒഴിക്കാം. 1-ാം പാൽ കേട്ടോ. നമ്മൾ വലിയൊരു തേങ്ങ എടുത്തിട്ടുണ്ടായിന്ന്. സാധാ എന്താണ് ഒരു മീഡിയം സൈസാണെങ്കിൽ ഒരു 1.5 തേങ്ങൻ്റെ വലിപ്പം ഉണ്ടായിന്. അപ്പോൾ നിങ്ങൾ ഓരോ അളവിനനുസരിച്ച് എടുത്താൽ മതി. ഇനിയിപ്പോൾ തേങ്ങാപ്പാലിൽ മാത്രമല്ല കേട്ടോ അത് ഉണ്ടാക്കാൻ പറ്റുക, പശുവും പാലിലും ഉണ്ടാക്കാൻ പറ്റും. നമുക്കൊന്ന് ചൂടായേക്കിനൊന്ന് ഇറക്കിയാൽ അതൊക്കെ വെന്ത് നല്ല റെഡിയായി വന്നു. ഇതുണ്ട്, അത് ഒട്ടിയിട്ടൊന്നുമില്ല. ഇത് കണ്ടില്ലേ, അങ്ങനെ വേറിട്ടാണ് നിൽക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്ക് ലേശം ഏലക്കാപ്പൊടി ഇടണം കേട്ടോ. അപ്പം ഏലക്കാപ്പൊടി ഇട്ടേ 3-4 ഏലക്ക കുത്തിയിട്ടാൽ മതി. പൊടി ഉണ്ടെങ്കിൽ അത് പൊടിച്ച് വെച്ചുണ്ടെങ്കിൽ അത് ഇട്ടാലും മതി.
അപ്പം നമ്മൾ തീ ഓഫാക്കിയാണ് കേട്ടോ. തേങ്ങാപ്പാൽ വെച്ച് കുറേ നേരം നമുക്ക് അടുപ്പത്ത് ഇങ്ങനെ തിളപ്പിക്കാൻ പറ്റില്ല. ഇനി നമുക്കിതൊന്ന് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറവിട്ടേക്ക് വെച്ചാൽ മതി. അത് തീമൊക്കെ വെച്ചു. അപ്പോൾ അതൊന്ന് വറവിട്ടെടുക്കണ്ടേ. അപ്പോൾ അത് നമ്മൾ ലേശം നെയ്യ് ഒഴിച്ചൊന്ന് വറവിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ചട്ടി ചൂടായി. നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ലേശം മുന്തിരി ഇട്ട് കൊടുക്കണേ. നമുക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കൊടുക്കട്ടോ. നമുക്കൊന്നും ഇടുന്നില്ല. അപ്പോൾ അതാണ് നമ്മളെ പായസം. നല്ല അടിപൊളി പായസമാണ്. നമ്മളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണം. മധുരമൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ. ടേസ്റ്റൊക്കെ ഒന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയേ. ഇത് ചെയ്യാത്ത ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ നല്ല നമ്മളെ സേമിയ പായസം പോലെ തന്നെ ഉണ്ട്. പക്ഷെ അത് ഗോതമ്പാന്നേ ഉള്ളൂ. അതിൻ്റെ ഒരു ഗോതമ്പത്തിൻ്റെ ഒരു ഇതാണ് വരുന്നത്. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റാണ്. വെറുതെ പറയല്ല, ഞങ്ങൾ ഉണ്ടാക്കി നോക്കി. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ആൾ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. എല്ലാവരോടും അസ്സലാമു അലൈക്കും. നന്ദി, നമസ്കാരം.